ഇതപ്പോ ഇവിടെ ചിലപ്പോ ദേവൂട്ടി കൊണ്ടുവച്ചതാവും. ഇനി എന്നും ഈ സിന്ദൂരമാണ് ദേവൂട്ടി അണിയേണ്ടത്. സിന്ദൂരത്തിന്റെ കാര്യം ചിലപ്പോ എനിക്ക് തോന്നിയതാവും. അമ്മേ മൂകാംബിക ദേവി. അതെ, ചുമ്മാ ഇങ്ങനെ നൈസിന് തൂത്തിട്ട് കാര്യമില്ല. നല്ലോണം നടുവ് കുനിഞ്ഞു തൂക്കണം, എന്നാലേ ഈ ചവറൊക്കെ പോവും. തൂത്തുവാരിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? അതെങ്ങനെയാ മാഡം? കൊച്ചു തമ്പുരാട്ടി സ്ലോ മോഷനിലല്ലേ തൂക്കൂ, ഭൂമിക്ക് പോലും നോവാതെ. വേഗം ആവട്ടെ, സന്ദീപ് വരുന്നതിന് മുൻപ് അരിയും കൂടി ആട്ടി വെക്കാനുള്ളത്. അയ്യോ, അതെങ്ങനെയാ? ഇവിടുത്തെ ഗ്രൈൻഡർ കേടാണല്ലോ മാഡം. അയ്യോ, ആ സാരമില്ല, ആട്ടുകല്ലുണ്ടല്ലോ, ആട്ടുകല്ലിൽ ആട്ടാം. അത് കഴിഞ്ഞ് ആ ഗോതമ്പും കൂടി പൊടിച്ചു വെക്കണം. എന്താ എന്തോ നീ ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ചെയ്തു തീർക്ക്, എന്നിട്ട് മതി അരിയാട്ടലും ഗോതമ്പ് പൊടിക്കലും. അതെ, ഇത് കഴിഞ്ഞിട്ട് അരി ആട്ടണം, അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് പൊടിക്കണം, മനസ്സിലായോ? മാഡം, അയ്യോ മാഡം, സന്ദീപ് സാർ വന്നു. ഇടി ചൂല് മാറ്റി വെക്ക്. നിന്നോട് പറഞ്ഞത് ചൂല് മാറ്റി വെക്കാൻ. അമ്മാവനോ? അമ്മാവനെ ഇവർക്ക് എവിടെ നീട്ടി? അമ്മയ്ക്ക് ആളെ മനസ്സിലായോ? ഈശ്വര, ഇത് കുഞ്ഞികൃഷ്ണൻ അമ്മാവനല്ലേ? അമ്മാവൻ എങ്ങനെ? ബലിമണ്ഡപത്തിനടുത്ത് വെച്ച് ഞാനാ ഇവനെ കണ്ടത്. ഇവൻ മാധവന്റെ ആത്മാവിന് വേണ്ടി വിഷ്ണുപൂജ നടത്താൻ വന്നതാ. ആദ്യം കൂടെ വരില്ലെന്നും പറഞ്ഞ് വാശി പിടിച്ചു നിന്നതാ. എന്നെ മുത്തശ്ശിയെ ഞാനൊക്കെ ഒരുപാട് നിർബന്ധിച്ചപ്പോ വല്യമ്മാവന്റെ മനസ്സ് മാറി. ഇനി വല്യമ്മാവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതാരാ ചേച്ചി? ഇവിടുത്തെ സർവന്റാ. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? വല്യമ്മാവ, ഇത് ദേവൂട്ടി, എന്റെ ഭാര്യ. അയ്യോ സാർ, ഞാൻ സെർവന്റ് ആണെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു ബോധം നല്ലതാ. ഇത് സന്ദീപ് സാറിന്റെ വൈഫാ, ദേവൂട്ടി മോള്. ഞാൻ ശകുന്തള, ഇവിടുത്തെ ഹൗസ് മേക്കറാ.
ഞാൻ നിന്റെ വല്യമാവനാണ് കേട്ടോ മോളെ. ദാ ഈ സുകുമാരി ചേച്ചിയുടെ അനിയൻ. എന്റെ സന്ദീപിന്റെ പെണ്ണല്ലേ? നന്നായി വരും മോളെ. നിനക്ക് സർവ്വ ദൈവങ്ങളുടെയും അനുഗ്രഹം ഉണ്ടാവും.